നമസ്കാരം. വെടിനിർത്തലിന്റെ ശാന്തതയിലേക്ക് ലോകം കണ്ണു തുറന്നതേ ഉള്ളൂ. പക്ഷേ നിമിഷ നേരം കൊണ്ട് ആ ശാന്തതയെ തകർത്തുകൊണ്ട് പേർഷ്യൻ ഗൾഫിന്റെ ആകാശത്ത് ഇറാൻ ഒരു മിന്നൽ പിണറായി മാറി. യുദ്ധം അവസാനിച്ചു എന്ന് ആശ്വസിച്ചു കരുതിയിരുന്നവർക്ക് മുന്നിലേക്ക് അമേരിക്കയുടെ 5000 കോടിയിലധികം വില വരുന്ന അഹങ്കാരം ആകാശത്ത് അങ്ങ് എന്ത് ചെയ്തു? തകർന്നു തരിപ്പണമാക്കി. ആകാശത്തെ നിഗൂഢ വേട്ടക്കാരൻ MQ-4C ട്രൈറ്റൻ ഡ്രോൺ കത്തിയമർന്ന് വീണ വാർത്തയാണ് എത്തിയത്. വെറും ഒരു നിമിഷം മതിയായിരുന്നു ഇറാന് ആ അത്യാധുനിക യന്ത്രത്തെ വെറും ഇരുമ്പ് തുണ്ടുകളാക്കി മാറ്റാൻ. ഇത് വെറും ഒരു വെടിവെച്ചിടലല്ല, മറിച്ച് ആകാശത്ത് തങ്ങൾ തീർത്ത പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ആഗോള ശക്തികൾ പോലും ഒന്നുമല്ല എന്ന് ഇറാൻ ലോകത്തിന് നൽകിയ മറുപടിയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ ആകാശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ വന്ന അമേരിക്കൻ കരുത്തിനെ നിഷ്പ്രമമാക്കിക്കൊണ്ട് ഇറാൻ നടത്തിയ ആ നീക്കം ഒരു തിരമാല പോലെയാണ് ആഗോള രാഷ്ട്രീയത്തെ ഉലച്ചത്. വെടിനിർത്തൽ ഒപ്പിട്ട് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ അതിർത്തി ലംഘിക്കുന്ന ഏതു വലിയ ശക്തിയെയും നിമിഷ നേരം കൊണ്ട് മണ്ണിലിരുത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഒന്നുകൂടി ഉറപ്പിച്ചിരുന്നുവെന്ന് ഇറാൻ. ആധുനിക യുദ്ധതന്ത്രങ്ങളെയും റഡാർ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി ഇറാൻ നടത്തിയ ഈ തിരിച്ചടി സ്വാഭാവികമായും പേർഷ്യൻ ഗൾഫിലെ യഥാർത്ഥ രാജാവ് ആരെന്ന് ഒരിക്കൽ കൂടി കാണിച്ചു തരുന്നു. ഇനി ചർച്ചകൾ ആയുധങ്ങളുടെ എണ്ണത്തെ കുറിച്ചല്ല, മറിച്ച് നിമിഷ നേരം കൊണ്ട് ശത്രുവിന്റെ ചിറകരിഞ്ഞു വീഴ്ത്തുന്ന ഇറാന്റെ പോരാട്ട വീര്യത്തെ കുറിച്ചാണ്. MQ-4C ട്രൈറ്റൻ സാധാരണ ആളില്ലാ വിമാനമല്ല. സമുദ്ര നിരീക്ഷണം, ദീർഘദൂര രഹസ്യാന്വേഷണം, തത്സമയ ഡാറ്റ ശേഖരണം, കപ്പൽ ഗതാഗത നിരീക്ഷണം, സൈനിക നീക്കങ്ങളെ പിന്തുടരൽ എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത അമേരിക്കയുടെ അത്യാധുനിക ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോമാണിത്. 2026 ഏപ്രിൽ 9 രാവിലെ ട്രൈറ്റൻ പതിവ് ദൗത്യത്തിന്റെ ഭാഗമായി പേർഷ്യൻ ഗൾഫിലും ഹോർമോസ് കടലിടുക്കിലും പട്രോളിംഗ് നടത്തുകയായിരുന്നു എന്നാണ് വിവരം. ഇറ്റലിയിലെ നേവൽ എയർ സ്റ്റേഷൻ സിഗോനെല്ലയിൽ നിന്നും പ്രവർത്തിച്ചിരുന്ന ഈ ഡ്രോൺ ഏകദേശം 3 മണിക്കൂർ പ്രദേശം നിരീക്ഷിച്ചു. ഇറാൻ നാവിക പ്രവർത്തനങ്ങൾ, വ്യാപാര കപ്പൽ ഗതാഗതം, തീരചലനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരശേഖരണമാണ് പ്രധാന ലക്ഷ്യമായി കരുതപ്പെടുന്നത്. എന്നാൽ മടങ്ങി വരവിനിടെ അതിന്റെ പറക്കൽ പാതയിൽ അസാധാരണ മാറ്റമുണ്ടായി. ട്രാക്കിംഗ് ഡേറ്റയ്ക്ക് പ്രകാരം, അതായത് ട്രാക്കിംഗ് ഡേറ്റ അനുസരിച്ച് ഡ്രോൺ വടക്കു കിഴക്കോട്ട് തിരിഞ്ഞു ഇറാനെ വ്യോമപരിധിയിലേക്ക് അപകടകരമായി അടുക്കുകയും ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ 7700 അടിയന്തര കോഡ് കൈമാറി. സാധാരണയായി വിമാനത്തിനുള്ളിലെ ഗുരുതര പ്രശ്നം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സിഗ്നൽ കൂടിയാണ് ഇത്. അതിന് പിന്നാലെയായിരുന്നു 15800 മീറ്ററിലധികം ഉയരത്തിൽ നിന്നും വേഗത്തിൽ താഴേക്കിറങ്ങാൻ തുടങ്ങിയ ഡ്രോൺ ഏതാനും മിനിറ്റുകൾക്കകം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി. ഇതിനു പിന്നാലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രംഗത്തെത്തുകയും ഇറാൻ വ്യോമാതിർത്തി ലംഘിച്ച് നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി മുന്നറിയിപ്പ് നൽകിയ ശേഷം ആക്രമിച്ച് നിർവീര്യമാക്കി. വെടിനിർത്തൽ നിലവിലുണ്ടായിരുന്നിട്ടും ശത്രുതാപരമായ നിരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളും തുടർന്നതിനാൽ ദേശീയ പരമാധികാരം സംരക്ഷിക്കാനുള്ള അനിവാര്യ നടപടി മാത്രമായാണ് ഇത് കാണേണ്ടത്. അമേരിക്കയുടെ ആദ്യ പ്രതികരണം അന്ന് ശ്രദ്ധേയമായിരുന്നു. ഉടൻ മറുപടി നൽകുന്നു അതിന് പകരം അവർ എന്ത് ചെയ്തു? മൗനം പാലിച്ചു. പിന്നീട് ക്ലാസ് എ അപകടം എന്ന ഔദ്യോഗിക പദപ്രയോഗം ഉപയോഗിച്ച് വലിയ നഷ്ടം സംഭവിച്ചതായി ഒടുവിൽ അമേരിക്ക സമ്മതിച്ചു. എന്നാൽ ശത്രുതാപരമായ ഇടപെടലിനെ കുറിച്ചോ ഇറാനിയൻ ആക്രമണത്തെക്കുറിച്ചോ വ്യക്തമായ പരാമർശമൊന്നും ഉണ്ടായില്ല താനും. സൈനിക ഭാഷയിൽ ക്ലാസ് എ എന്നത് വലിയ സാമ്പത്തിക നഷ്ടമോ പൂർണമായ ആസ്തിനാശമോ സൂചിപ്പിക്കുന്ന ഗൗരവകരമായ ഒരു വിഭാഗമാണ്. ഈ ഡ്രോണിന്റെ വിലയും ശേഷിയും നോക്കുമ്പോൾ സംഭവത്തിന്റെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാകും. MQ-4C ട്രൈറ്റൻ യൂണിറ്റിന് ഏകദേശം $618 മില്യൺ വില വരുന്ന പ്ലാറ്റ്ഫോമാണ്. 4 F-35 യുദ്ധവിമാനങ്ങളുടെ വിലയോട് താരതമ്യം ചെയ്യുന്ന വലിയ നിക്ഷേപം കൂടിയാണിത്. അമേരിക്കൻ നേവിയുടെ മൊത്തം ട്രൈറ്റൻ ശേഖരത്തിൽ വളരെ പരിമിതമായ എണ്ണം മാത്രമേ ഉള്ളൂ. അതിനാൽ ഒരു യൂണിറ്റ് നഷ്ടപ്പെടുന്നത് വെറും സാമ്പത്തിക നഷ്ടമല്ല, നിരീക്ഷണ ശേഷിയുടെ യഥാർത്ഥ കുറവ് കൂടിയാണ്. ട്രൈറ്റൻ ഒരു ചിറകുള്ള ഉപഗ്രഹം എന്ന രീതിയിൽ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. ദീർഘനേരം ഉയർന്ന ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഇത് സമുദ്രപ്രദേശങ്ങളിലെ വൻ വിസ്തീർണം നിരീക്ഷിക്കാൻ കഴിവുള്ളതാണ്.
എന്തായാലും മൾട്ടി ഫംഗ്ഷനിങ് റഡാറിംഗ്, സിന്തറ്റിക് അപ്പർച്ചർ റഡാർ, ഇലക്ട്രോണിക് ഒപ്റ്റിക്കൽ ക്യാമറകൾ, ഇൻഫ്രാറെഡ് സംവിധാനങ്ങൾ, സിഗ്നൽ ഇന്റലിജൻസ് ഉപകരണങ്ങൾ എന്നിവയാൽ സജ്ജമായ ഇത് നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള ചലനങ്ങൾ വരെ നിരീക്ഷിക്കാനാകും. എന്തായാലും അമേരിക്കൻ നാവികസേനയ്ക്കും മറ്റ് പ്ലാറ്റ്ഫോമുകൾക്കും തത്സമയ വിവരങ്ങൾ കൈമാറുന്നതായി ഇതിന്റെ പങ്ക് നിർണായകമായിരുന്നു. എന്തായാലും ഇത് സാങ്കേതിക വിജയം മാത്രമല്ല, മനഃശാസ്ത്ര വിജയം കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും നൂതന നിരീക്ഷണ സംവിധാനങ്ങളിൽ ഒന്നിനെ തകർത്തു എന്ന സന്ദേശം എതിരാളികൾക്കുള്ള ഒരു കടുത്ത മുന്നറിയിപ്പാണ്. ഉയരം, ദൂരം, സാങ്കേതിക മികവ് എന്നിവ കൊണ്ട് മാത്രം സുരക്ഷ ഉറപ്പാക്കാനാകില്ല എന്ന് ശക്തമായ മുന്നറിയിപ്പും കൂടി. അതേസമയം ആഭ്യന്തരമായി ഇത് ദേശീയ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന സംഭവമായാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഉപരോധങ്ങൾക്കിടയിലും വികസിപ്പിച്ച സ്വദേശ പ്രതിരോധ സാങ്കേതിക വിദ്യ ഫലം കണ്ടു എന്നതാണ് അവരുടെ ആഖ്യാനം. ഏതായാലും ഭൂമിശാസ്ത്രപരമായ സാഹചര്യം ഇതിൽ നിർണായകമാണ്. സംഭവം നടന്ന ബുഷർ പ്രവശ്യയ്ക്കടുത്താണ്. ഇറാന്റെ ആദ്യ ആണവ നിലയം ഉൾപ്പെട്ട ഊർജ്ജ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുള്ള അതീവ സെൻസിറ്റീവ് മേഖല കൂടിയാണ്. അതിനാൽ അവിടെയുള്ള ഏത് നിരീക്ഷണ പ്രവർത്തനവും ടെഹ്റാൻ സാധാരണ സുരക്ഷാ വിഷയമായി കാണില്ല, നേരിട്ടുള്ള തന്ത്രപരമായ വെല്ലുവിളി കൂടിയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് പലതട്ടിലുള്ള നേട്ടമാണ്. ആഭ്യന്തരമായ ദേശീയ മനോവീര്യം ഉയർത്തുന്നുണ്ട്. മേഖലാപരമായി പേർഷ്യൻ ഗൾഫിൽ ഇപ്പോഴും തങ്ങൾ പ്രധാന സൈനിക ശക്തിയാണ് എന്ന സന്ദേശം നൽകുന്നു. അന്താരാഷ്ട്ര തലത്തിലാകട്ടെ അമേരിക്കൻ സൈനിക അജേതരുടെ ധാരണയെ ചോദ്യം ചെയ്യുന്നുണ്ട്.